അപ്പോ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് സുരേഷ് ഗോപിയുടെ കൈപ്പിഴ വിവാദമാണ്. സത്യത്തില് ഈ വാർത്തകളൊക്കെ മാധ്യമങ്ങളിൽ കാണുമ്പോൾ യഥാർത്ഥത്തിൽ ചിന്തിച്ചു പോകുന്നത് ഈ മാധ്യമങ്ങളൊക്കെ യഥാർത്ഥത്തിൽ പൊട്ടന്മാരാണോ അതോ പൊട്ടന്മാരായിട്ട് അഭിനയിക്കുന്നതാണോ എന്നുള്ളതാണ്. ഏതായാലും കാര്യങ്ങളൊക്കെ സുരേഷ് ഗോപി പൊളിച്ചടക്കി കൊടുത്തു. നമസ്കാരം. അപ്പോ നമ്മളുടെ പൊള്ളിലുള്ള കൊച്ചുവേലായുധന്റെ വീട് സംബന്ധമായിട്ടുള്ള ഒരു കേസിൽ സുരേഷ് ഗോപിക്ക് കൈപ്പിഴ പറ്റി എന്ന് പറഞ്ഞ് സമ്മതിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ ബ്രേക്കിംഗ് ആയിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഈ വാർത്ത കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ മാധ്യമങ്ങളൊക്കെ യഥാർത്ഥത്തിൽ പൊട്ടന്മാരാണോ അതോ പൊട്ടന്മാരായിട്ട് അഭിനയിക്കുന്നതാണോ എന്നുള്ളതാണ്. സത്യത്തിലെ സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഈ കലുങ്ക് സൗഹൃദ സംഭാഷണം എന്നുള്ള രീതിയിൽ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ലോക്സഭാ മണ്ഡലത്തിൽ തന്നെ 2-3 പ്രോഗ്രാമുകൾ കഴിഞ്ഞു. അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ ഇന്ന് കൊടുങ്ങല്ലൂര്, ഇരിഞ്ഞാലക്കുട, പുതുക്കാട് ഭാഗങ്ങളിൽ ഈ കലുങ്ക് സൗഹൃദ സംഭാഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ വേളയിൽ ഈ മാധ്യമങ്ങളെ കുറിച്ച് പറഞ്ഞ ആ ഒരു കാര്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ന് കൊടുങ്ങല്ലൂര് അതിരാവിലെ ഈ കലുങ്ക് സൗഹൃദ സംഭാഷണം നടന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത് പേഴ്സണൽ ആയിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള യാതൊരു ആവശ്യങ്ങളും ഉന്നയിക്കരുത് എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കാര്യത്തിന്, അതായത് ഈ സോഷ്യൽ മീഡിയയിലൂടെ അപമാനിക്കുക അല്ലെങ്കിൽ വാസ്തവ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുക, അതുപോലെ തന്നെ മെയിൻ സ്ട്രീം മീഡിയാസും ഇതുപോലെ തന്നെ പ്രവർത്തിക്കുക എന്നുള്ളതാണല്ലോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് അദ്ദേഹം ജനങ്ങൾക്കിടയിലേക്ക്, അതായത് കഴിഞ്ഞ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം അദ്ദേഹത്തെ ഡൽഹിയിലേക്ക് മോദി നേരിട്ട് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എല്ലാവരും പറഞ്ഞു ഡൽഹിക്ക് വിളിപ്പിച്ചിരിക്കുന്നത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഓണത്തിന്റെ ഇടയ്ക്ക് സുരേഷ് ഗോപി മറന്നുപോയി, അതുകൊണ്ട് വോട്ട് ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് പരിഹാസങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഏതായാലും അദ്ദേഹം എങ്ങനെയാണോ തൃശൂർ ലോക്സഭാ മണ്ഡലം പിടിച്ചെടുത്തത്, ജനങ്ങൾക്കിടയിലേക്ക് പോയി കോഫി വിത്ത് SG എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം വീട് വീടാന്തരം കയറിയിറങ്ങി അല്ലെങ്കിൽ ലോക്കൽ കുടുംബ സംഗമങ്ങൾ നടത്തി, അതിന് അന്നത്തെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന അനീഷ് കുമാർ വളരെയധികം അധ്വാനിച്ചിട്ടുണ്ട് കേട്ടോ. അത് പ്രശംസ കൊടുക്കാതെ നിവൃത്തിയില്ല. ഇതുപോലെ കേരളത്തിലുള്ള എല്ലാവരും പ്രവർത്തിച്ചിരുന്നെങ്കിൽ എന്നാണ് എനിക്ക് ഒരു ആഗ്രഹം തോന്നുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഇപ്പോ ഇന്ന് അദ്ദേഹം യോഗത്തിൽ പറഞ്ഞത് കൃത്യമായിട്ട് തൃശ്ശൂര് മാത്രമല്ല കേരളത്തിൽ എല്ലായിടത്തും ഞാനിത് നടത്തുന്നുണ്ട്, കലുങ്ക് സൗഹൃദ സംഭാഷണം എന്ന് പറയുന്നത്. അപ്പോ കേരളം ഒട്ടാകെ സുരേഷ് ഗോപിയെ വെച്ച് മുന്നോട്ട് പോവുക, സുരേഷ് ഗോപിയെ വെച്ച് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുക എന്നുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഇപ്പോ BJP എടുത്തിരിക്കുന്നത്. പിന്നെ ഈ സോഷ്യൽ മീഡിയ ചാനലുകൾ ഇപ്പോൾ ധാരാളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന നിയമസഭാ മണ്ഡലം BJP പിടിച്ചടക്കും, അവിടെ ഇന്ന സ്ഥാനാർത്ഥിയാണ് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ സുരേഷ് ഗോപിയെ കുറിച്ച് നടക്കുന്നുണ്ട്, അതായത് സുരേഷ് ഗോപി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകും എന്നൊക്കെ ഓരോ നുണപ്രചരണങ്ങൾ. അതിനും അദ്ദേഹം കഴിഞ്ഞ പുള്ളിൽ വെച്ച് നടന്ന ആ ഒരു യോഗത്തിൽ അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് തൃശൂർ കോർപ്പറേഷനിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്, അതിന് ഫണ്ട് അനുവദിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ഈ തൃശൂർ കോർപ്പറേഷനിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ BJPക്ക് വോട്ട് കിട്ടണം, BJPക്ക് ഭരണം കിട്ടണം, എന്നാൽ മാത്രമേ എനിക്കത് നല്ല രീതിയിൽ നിർവഹിക്കാൻ സാധിക്കുള്ളൂ. ഇനി BJP ജയിച്ചു കഴിഞ്ഞാൽ, ഭരണം കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത 3.5 കൊല്ലം, യഥാർത്ഥത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 5 കൊല്ലമാണല്ലോ ഭരണം കിട്ടുന്നത്, അപ്പൊ 3.5 കൊല്ലം എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. അപ്പൊ അതിന്റെ അർത്ഥം കേരളത്തില് BJP ജയിച്ചാലും ഇല്ലെങ്കിലും സുരേഷ് ഗോപി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് എത്താൻ പോകുന്നില്ല. അദ്ദേഹം 3.5 കൊല്ലം, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും മോദി മന്ത്രിസഭ 3.5 കൊല്ലം ഉണ്ടാവും. ആ 3.5 കൊല്ലം കേന്ദ്രത്തില് സഹമന്ത്രിയായിട്ട് തന്നെ ഉണ്ടാവും, MP ആയിട്ട് തന്നെ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെയുള്ള വേണ്ടാത്ത വാർത്തകൾ ചുമ്മാ വ്യൂവേഴ്സിനെ കൂട്ടാൻ വേണ്ടി അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ ഫാൻസിനെ ഇളക്കി മറിക്കാൻ വേണ്ടി കൊടുക്കുക എന്ന് പറയുന്നതിലും യാതൊരു അർത്ഥവുമില്ല എന്നുള്ളത് സുരേഷ് ഗോപി തന്നെ കൃത്യമായിട്ടുള്ള ഉത്തരം തന്നു. കേരളത്തിൽ മറ്റുള്ളവർ എന്താണെന്ന് വെച്ചാൽ നോക്കിക്കോളും, ഞാൻ കേന്ദ്രത്തിൽ തന്നെ ഉണ്ടാവും, 3.5 കൊല്ലം കേന്ദ്രത്തിൽ ഇരുന്നു കൊണ്ട് കേരളത്തിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹം കാണിച്ചു തരാം എന്നാണ് പറഞ്ഞത്. ഇനി കൊച്ചുവേലായുധന്റെ കേസിലോട്ട് വരാം. കൈപ്പിഴ സംഭവിച്ചു എന്ന് സുരേഷ് ഗോപി ഇന്ന് കൊടുങ്ങല്ലൂർ വെച്ച് സമ്മതിച്ചു എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ മാധ്യമങ്ങളെയും CPM-നെയും അല്ലെങ്കിൽ UDF-നെയും എല്ലാം പരിഹസിക്കുകയാണ് സുരേഷ് ഗോപി ചെയ്തത്. സത്യത്തിൽ അദ്ദേഹം പറയുന്നത് ഇനി എന്തെങ്കിലും ഇതുപോലെ വീടില്ലാത്തവരുടെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തൃശൂർ BJP ജില്ലാ പ്രസിഡന്റിന് അപേക്ഷ കൊടുക്കുക,
അതിനുശേഷം അദ്ദേഹം വീടില്ലാത്തവരുടെ ഒരു ലിസ്റ്റ് തന്നെ അദ്ദേഹം പ്രസിദ്ധീകരിക്കാം. ആ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഇതുപോലെയുള്ള വീട് വെക്കുന്ന സഹായങ്ങളുമായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മെമ്പർമാരും അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകരും കൃത്യമായിട്ട് ഏത് പാർട്ടി പ്രവർത്തകര്, LDF UDF പാർട്ടി പ്രവർത്തകര് മുന്നോട്ട് വരണം. അങ്ങനെയെങ്കിലും കുറെ പേർക്ക് വീട് കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടട്ടെ. പിന്നെ കൈപ്പിഴ എന്താണെന്നും അദ്ദേഹം കൃത്യമായിട്ട് വ്യക്തമാക്കുന്നുണ്ട്. അതായത് സാധാരണ എല്ലാ രാഷ്ട്രീയക്കാരും ചെയ്യുന്നത് പോലെ തനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ പോലും പൊതുജനങ്ങളുടെ മുമ്പിൽ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ആ അപേക്ഷ വാങ്ങിവെച്ച് നോക്കാം, എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം എന്നുള്ള വെറും വാക്ക് കൊടുക്കണമായിരുന്നു. അത് കൊടുത്തില്ല എന്നുള്ളതാണ് എന്റെ കൈപ്പിഴ എന്നാണ് സുരേഷ് ഗോപി ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോ ഈ സുരേഷ് ഗോപി പരിഹസിച്ചത് പോലും മനസ്സിലാവാതെ മാധ്യമങ്ങള് സുരേഷ് ഗോപി കൊച്ചുവേലായുധന്റെ മുമ്പിൽ കൈപ്പിഴ സംഭവിച്ചു എന്ന് സമ്മതിച്ചു എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങളൊക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞു. എല്ലാവരും പറയുന്ന അദ്ദേഹം രാഷ്ട്രീയക്കാരനല്ല, അദ്ദേഹത്തിന് പൊതുസേവനം എന്ന് പറയുന്നത് അറിയില്ല, അദ്ദേഹം സിനിമാ ലോകത്ത് നിന്ന് ഇപ്പോഴും താഴേക്ക് ഇറങ്ങി വന്നിട്ടില്ല എന്നൊക്കെയാണ്. ഇത് യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി ചെയ്തിരിക്കുന്നത് ഈ നല്ല പോലീസ് ഓഫീസർമാരുടെ വേഷങ്ങളാണല്ലോ, നല്ല അഡ്വക്കേറ്റുമാരുടെ വേഷങ്ങളാണല്ലോ. അതുകൊണ്ട് അതിൽ അദ്ദേഹത്തിന് യാതൊരു നാണക്കേടുമില്ല. അദ്ദേഹം പറയുന്നത് അതുപോലെയുള്ള ഒരു ഭരത്ചന്ദ്രൻ എന്ന് പറയുന്നത് ആ ഒരു സ്വഭാവം ഈ സുരേഷ് ഗോപിയിൽ മാത്രമേ ഉണ്ടാവൂ. ആ നന്മ സ്വഭാവം, നല്ലൊരു പോലീസ് ഓഫീസറുടെ സ്വഭാവം സുരേഷ് ഗോപിയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സിനിമയിലെ വേഷങ്ങളിൽ നിന്ന് തിരികെ ഇറങ്ങിയിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് സത്യമാണ്. ഞാൻ എന്നും ശുദ്ധനാണ്, ഇന്നും ശുദ്ധനാണ് എന്ന് തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു. അങ്ങനെ നല്ല രീതിയിൽ പൊളിച്ചടക്കിക്കൊണ്ട് നല്ല മറുപടി, ചുട്ട മറുപടി തന്നെ കൊടുത്തുകൊണ്ട് അദ്ദേഹം ഈ കലുങ്ക് സൗഹൃദ സംഭാഷണങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. UDF-ഉം LDF-ഉം വാലിൽ തീപിടിച്ച പോലത്തെ അവസ്ഥയിലുമാണ്.